റിയലിൻ്റെ 4th മൊഡ്യൂൾ വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. സത്യം പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള സാധനം അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് സീക്വൻസ് ഓഫ് ഫങ്ഷനാണ്. നമ്മൾ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം 1, 1/2, 1/3, 1/4 എന്ന് പറഞ്ഞ് പോയാൽ അത് 1/n എന്ന് പറയുന്നൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് സീക്വൻസുകൾ കണ്ടിട്ടുണ്ട്. ഇത് കൺവേർജസ് ടു 0 ആണ്. ഇനി നമ്മൾ -1 1 -1 1 -1 1 ഇത് കൺവേർജൻ്റ് അല്ലാത്ത സീക്വൻസ് ആണ്. അങ്ങനെ നമ്മൾ പല സീക്വൻസുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ല, സീക്വൻസ് ഓഫ് ഫങ്ഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എ എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂഡ് സെറ്റ്, ഒരു സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ ആണ് എങ്കിൽ നമ്മൾ പറയും എഫ് എൻ എന്ന് പറയുന്നത് n മാറുന്നതനുസരിച്ച് ഫംഗ്ഷൻ മാറിക്കൊണ്ട് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആ. എഫ് എൻ ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആ. ദെൻ വി സേ ദാറ്റ് സീക്വൻസ് എഫ് എൻ ഈസ് എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഓൺ എ. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എടുക്കാം. നമ്മൾ എഫ് എൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻട്രവൽ 0 1. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുന്നുള്ളതേ ഉള്ളൂ. സപ്പോസ് എഫ് എൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻട്രവൽ 0 1 നമ്മളെടുത്തു. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് സീക്വൻസ് എഫ് എൻ. അപ്പം നമ്മൾ സീക്വൻസിനകത്ത് നമ്പറുകൾ എന്ന് പറയുന്നത് എന്താ? സീക്വൻസ് എഫ് എൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്പറുകൾ F1 F2 എന്നും പറഞ്ഞ് അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ എക്സ് എടുത്താൽ നമ്മളിപ്പോൾ സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 എടുത്തു. നമ്മളിവിടെ എക്സ് ഈക്വൽ ടു 1/2 എടുത്താൽ എഫ് എൻ ഓഫ് 1/2 എന്ന് പറയുമ്പം എഫ് എൻ ഓഫ് 1/2 എന്ന് പറയുന്നത് 1/2 റേസ് ടു എൻ ആണ്. അപ്പോൾ സീക്വൻസ് എഫ് എൻ ഓഫ് 1/2 എന്ന് പറയുമ്പം അതെന്ത്? സീക്വൻസ് എഫ് എൻ ഓഫ് 1/2 എന്ന് പറയുമ്പം അത് നമുക്ക് കിട്ടുന്ന അതിൻ്റെ അത് ഫസ്റ്റ് ടേം n ഈക്വൽ ടു 1 കൊടുക്കണം. n ഈക്വൽ ടു 1 കൊടുക്കുമ്പം അത് 1/2 റേസ് ടു 1. അടുത്ത ടേം എന്ന് പറയുന്നത് F2 ഓഫ് 1/2 അല്ലേ വരുന്നത്. F2 ഓഫ് 1/2 എന്ന് പറയുമ്പോൾ 1/2 സ്ക്വയർ വരും. അടുത്തത് 1/2 ക്യൂബ് വരും. കാരണം F3 ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 3 ആണ്. F4 ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 ആണ്. അപ്പോൾ അടുത്തത് എന്ത് വരും? 1/2 റേസ് ടു 4, 1/2 റേസ് ടു 5. ഇതായിരിക്കും എഫ് എൻ ഓഫ് 1/2. നമ്മൾ അവിടെ എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എഫ് എൻ ഓഫ് 1/2 എന്ന് പറയുന്നത് റിയൽ സീക്വൻസ് ആയിട്ട് മാറും. അതേസമയം നമ്മൾ സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് ജനറലി ആണ് പറയുന്നതെങ്കിൽ ആദ്യത്തെ ടേം എന്തായിരിക്കും? F1 ഓഫ് എക്സ് അല്ലേ. എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുമ്പം F1 ഓഫ് എക്സ്, F2 ഓഫ് എക്സ്, F3 ഓഫ് എക്സ്, ഇങ്ങനെ അങ്ങ് ഇൻഫിനിറ്റ് ആയിട്ട് പോവുക ചെയ്യുന്നത്. F1 ഓഫ് എക്സ് ബൈ ഡെഫിനിഷൻ എന്ത് വരും? എക്സ് വരും. F2 ഓഫ് എക്സ് എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ വരും. F3 ഓഫ് എക്സ് എന്ന് പറയുമ്പം എക്സ് ക്യൂബ് വരും. പിന്നെ എക്സ് റേസ് ടു 4. ഇതൊരു സീക്വൻസ് ഓഫ് ഇൻ ടേംസ് ഓഫ് എക്സ് അല്ലേ, അതൊരു നമ്പർ അല്ല. എക്സ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു ഫംഗ്ഷൻ ആയിട്ടല്ലേ കിടക്കുന്നത്. എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 4. അപ്പോൾ നമ്മൾ അതൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷനാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്, അത് ഓരോന്നും ഓരോ ഫംഗ്ഷനുകളാണ്. എഫ് എൻ്റെ സീക്വൻസ്. അപ്പോൾ നമ്മൾ ജനറലി പറയുവാണെങ്കിൽ സീക്വൻസ് എഫ് എൻ നമ്മൾ പറഞ്ഞു എഫ് എൻ ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആ, വേർ എ ഇസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ സീക്വൻസ് എഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ സീക്വൻസ് F1 F2 എഫ് എന്നുകളെയാണ്. എന്നൊരു എക്സാമ്പിൾ ഞാൻ എടുത്ത് എഫ് എൻ എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ എടുത്താൽ ആ സീക്വൻസ് എഫിൻ്റെ അകത്തെ എലമെൻറ്റ് എഫ് എന്നുകളുടെ സീക്വൻസ് എഫ് എൻ എന്ന് പറയുന്നത് എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 4 പ്ലസ് എക്സെട്ര എന്ന് വരും. അതൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ. അതിൻ്റെ അകത്തെ ആദ്യത്തേത് എക്സ്, രണ്ടാമത്തേത് എക്സ് സ്ക്വയർ, മൂന്നാമത്തേത് എക്സ് ക്യൂബ്, നാലാമത്തെ എക്സ് റേസ് ടു 4. ഇനി ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. നമ്മൾ അതിനൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ, നമ്മൾ ആ എക്സിന് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ നമുക്കതൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിട്ട് മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എക്സിന് 1/2 കൊടുത്തപ്പോൾ നമുക്കൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പർ കിട്ടി. ഇനി നമ്മൾ എഫ് എൻ ഓഫ് 0 എടുത്താലോ, 0 കൊടുത്താൽ 0 0 സ്ക്വയർ 0 സ്ക്വയർ, അത് നമുക്ക് മൊത്തം 0 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ 1 എടുക്കാം. എഫ് എൻ ഓഫ് 1 എടുത്താലോ, അത് 1 സ്ക്വയർ, 1 ക്യൂബ്, 1 റേസ് ടു 4, അത് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പർ. നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ അതൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ആയിട്ട് മാറും. ഇനി നമുക്ക് എഫ് എൻ ഓഫ് 1/3 നോക്കിയാലോ. എഫ് എൻ ഓഫ് 1/3 എന്ന് പറയുമ്പോൾ 1/3, 1/3 സ്ക്വയർ, 1/3 ക്യൂബ്, 1/3 റേസ് ടു 4, 1/3 റേസ് ടു 5 എന്ന് പറഞ്ഞൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമ്മൾ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് പഠിച്ചു. അപ്പോൾ നമ്മൾ
ഇവിടെ പഠിക്കുന്ന സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എഫ് എൻ എന്നും പറഞ്ഞാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആ. എഫ് എന്നുകൾ ഫോർ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര എൻ ഒരു റിയൽ നമ്പർ ആകുമ്പോൾ ഫോർ എൻ എലമെൻറ്റ് ഓഫ് എൻ if fn is a function from a to r, then ഇങ്ങനെ നമ്മൾ സീക്വൻസ് എഫ് എൻ ഇസ് കോൾഡ് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഓൺ എ. എഫ് എൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് ആറിലോട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഓരോ എഫ് എനുകളും എയിൽ നിന്ന് ആറിലോട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ സീക്വൻസ് എഫ് എൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഓൺ എ എന്നാണ് പറയുന്നത്. ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത്. എഫ് എൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ്. ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ആയിട്ട് മാറി. അപ്പോൾ ഓരോ എന്നിനും എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും, എഫ് ടു ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയിരിക്കും, എഫ് ത്രീ ഓഫ് എക്സ് എന്ന് പറയുമ്പം എക്സ് ക്യൂബ് ആയിരിക്കും, എഫ് 10 ഓഫ് എക്സ് എന്ന് പറയുമ്പം എക്സ് റേസ് ടു 10 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓരോ എന്നിനും ഫോർ ഈച്ച് എൻ എലമെൻറ്റ് ഓഫ് എൻ എഫ് എൻ എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ഒരു റിയൽ വാല്യൂ 0 1 നിന്നുള്ളൊരു റിയൽ വാല്യൂ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എഫ് വൺ എക്സ് എടുത്തു. പിന്നെ എഫ് ടു ഓഫ് എക്സ്, എഫ് ത്രീ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 to സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എഫ് 10 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 10 ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 to r. അപ്പോൾ എഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ എന്തെങ്കിലും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്നിൻ്റെ ഇത് മാറുന്നതനുസരിച്ച് ഈ ഫംഗ്ഷനുകൾ മാറിക്കൊണ്ടിരിക്കുക. അതിന് നമ്മളൊരു സീക്വൻസ് ആയിട്ട് എഴുതുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞതാണെങ്കിൽ എഫ് എന്നെ സീക്വൻസ് ആയിട്ട് എഴുതുമ്പോൾ അതെന്താ പറയുന്നത് എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 4. നമ്മൾ എക്സ് റേസ് ടു എൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ. ഇതിനെയാണ് നമ്മൾ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ കേസ് എന്താണ്, നമ്മൾ ഓരോ എക്സ് എടുക്കുമ്പോഴും ഓരോ എക്സ് എലമെൻറ്റ് ഓഫ് എ എടുക്കുമ്പോഴും നമുക്ക് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് കിട്ടിയത്. അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. എഫ് എൻ ഓഫ് 1/2 എന്ന് പറയുന്നത് 1/2, 1/2 സ്ക്വയർ, 1/2 ക്യൂബ്, 1/2 റേസ് ടു 4. അതൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പർ അല്ലേ ഇത്, കാരണം 1/2, 1/4, 1/8, 1/16 ഇതെല്ലാം റിയൽ നമ്പേഴ്സാണ്. ഇനി എഫ് എൻ ഓഫ് 0 എടുത്താൽ അത് മൊത്തം 0 ആയിരിക്കും, അതും ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. എഫ് എൻ ഓഫ് 1 എടുത്തു, അതൊരു വേറൊരു സീക്വൻസ് ഓഫ് റിയൽ, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സീക്വൻസുകളാണ്. എഫ് എൻ ഓഫ് 1/3 എടുത്തു, എഫ് എൻ ഓഫ് 1/3 എടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് 1/3, 1/3 സ്ക്വയർ, 1/3 ക്യൂബ് എക്സെട്ര. അത് വേറൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇനി ഞാനൊരു 4 നമ്പേഴ്സ് എടുത്തുന്നുള്ളതേ ഉള്ളൂ. ഈ 4 നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് അതായത് ഒരേ ഫംഗ്ഷൻ എഫ് എൻ എന്നുള്ള ഒരേ ഫംഗ്ഷൻ തന്നെ എടുത്താലും എഫ് എന്നുള്ള ഒരേ ഫംഗ്ഷൻ തന്നെ നമ്മൾ എടുത്താലും അവിടെ നമുക്ക് ഓരോ എക്സും മാറുന്നതനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത എക്സാമ്പിൾ എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. അവിടെ നമ്മൾ എക്സിന് 0 കൊടുത്തു, 1 കൊടുത്തു, 1/2 കൊടുത്തു, 1/4, 1/2 കൊടുത്തു. ഈ 4 വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് റിയൽ നമ്പറുകളാണ് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കുവാണ്, അപ്പോൾ അതാണ് അടുത്തത് പറയുന്നത്. ഫോർ ഈച്ച് എക്സ് എലമെൻറ്റ് ഓഫ് എ സച്ച് എ സീക്വൻസ് ഗീവ് റൈസ് ടു എ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ നെയിംലി ദ സീക്വൻസ് എഫ് എൻ എക്സ്. അപ്പോൾ ആദ്യത്തത് എഫ് എൻ ഓഫ് 1, ഇത് എഫ് എൻ ഓഫ് 1/3, അങ്ങനെ എഫ് എൻ ഓഫ് 1/4, 1/5, 0ക്കും 1 എടുക്കുള്ള ഏത് നമ്പറിൻ്റെ വേണേലും നമുക്ക് ഒരു സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ചിലതിന് ഇത് കൺവേർജൻ്റ് ആയിരിക്കും, ചിലതിന് ഇത് കൺവേർജൻ്റ് അല്ലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എപ്പോൾ എടുത്താൽ എഫ് എൻ ഓഫ് 0 എടുക്കുവാണെങ്കിൽ അത് 0 0 0 എന്നുള്ള സീക്വൻസ് അല്ലേ, അത് കൺവേർജസ് ടു 0 ഇനി സീക്വൻസ് 1/2, 1/2 സ്ക്വയർ, 1/2 ക്യൂബ്, 1/2 റേസ് ടു 4, 1/2 ഇത് നമുക്കറിയാം. എഫ് എൻ ഓഫ് 1/2 എടുത്താലും അതും നമുക്കറിയാം, അതും കൺവേർജസ് ടു ദ ഫംഗ്ഷൻ 0. എഫ് എൻ ഓഫ് 1/2ൻ്റെ വാല്യൂസുകളെല്ലാം 0 കൺവേർജ് ചെയ്യും. എഫ് എൻ ഓഫ് 0യും 0 കൺവേർജ് ചെയ്യും. എഫ് എൻ ഓഫ് 1/3 എടുത്താലും അതും 0 കൺവേർജ് ചെയ്യും. ഇനി എഫ് എൻ ഓഫ് 1 എടുത്താലോ, എഫ് എൻ ഓഫ് 1 എടുത്താൽ അതിൻ്റെ വാല്യൂകളെല്ലാം 1 ആയതുകൊണ്ട് അത് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് 1 ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് 0 1 എന്നുള്ള ഇൻ്റർവൽ ആയിരുന്നു. 0 1 നമ്മൾക്കറിയാം 0ക്കും 1നും ഇടയ്ക്കുള്ള ഏത് നമ്പർ എടുത്താലും എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് ആദ്യത്തെ വാല്യൂസില്ല 0 തൊട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഓപ്പൺ 1 എന്നുള്ള പോയിന്റ് ഏതെടുത്താലും അവിടെയെല്ലാം അത് കൺവേർജസ് ടു 0 എന്ന് കിട്ടും. പക്ഷേ 1 അത് കൺവേർജസ് ടു 1 ആണ്. ഇനി ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1ന് പകരം നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ആയിരുന്നു എടുത്തെന്ന് വിചാരിക്കാം. എഫ് എൻ ഓഫ് 2 എങ്ങനെ ഇരിക്കും, അത് കൺവേർജൻ്റ് ആയിരിക്കുമോ? എഫ് എൻ ഓഫ് 2 എടുത്താൽ നമുക്കറിയാം അത് 2, 2 സ്ക്വയർ, 2 ക്യൂബ് ഡൈവേർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ്, അൺബൗണ്ടഡ് ആണ്. അപ്പോൾ എഫ് എൻ ഓഫ് 2 ഡസ് നോട്ട് കൺവേഴ്സ്. എഫ് എൻ ഓഫ് 3 ഡസ് നോട്ട് കൺവേർജസ്. എഫ് എൻ ഓഫ് 1.5 1നേക്കാളും വലിയൊരു റിയൽ നമ്പർ, 1നേക്കാളും വലുതാണെങ്കിൽ അത് കൺവേർജൻ്റ് ആയിരിക്കില്ല, കാരണം അത് അൺബൗണ്ടഡ് ആയിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ.
നമ്മളൊരു പർട്ടിക്കുലർ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. അതിൽ ചിലതൊക്കെ കൺവേർജൻ്റ് ആയിരിക്കും, ചിലതൊക്കെ ഡൈവേർജൻ്റ് ആയിരിക്കും. എല്ലാം കൂടെ കൺവേർജൻ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം ചിലപ്പോൾ അത് കൺവേർജൻ്റ് ആയിരിക്കും, ചിലപ്പം അത് ഡൈവേർജൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ 0 എടുത്തപ്പോൾ അവിടെ എല്ലായിടത്തും ഇത് കൺവേർജൻ്റ് കാരണം നമുക്കറിയാം x⁻n എന്നുള്ള ഫംഗ്ഷൻ x⁻n എന്നുള്ള ഫംഗ്ഷൻ ലിമിറ്റ് ഓഫ് x⁻n കൺവേർജസ് ടു 0 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ ആ ലിമിറ്റ് 0 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂസ് എല്ലാം 0 ആണെന്ന് പറയാം. പക്ഷേ fn(1) 1 ആണ്. 1ൽ കൂടുതലാണെങ്കിൽ അത് കൺവേർജൻറ്റും അല്ല. അപ്പം ചില പോയിന്റുകളിൽ ഇത് കൺവേർജൻ്റ് ആയിരിക്കും, ചില പോയിന്റുകളിൽ അത് ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പം ഓരോ പോയിന്റിനും കൺവേർജൻസ് മാറിക്കൊണ്ടിരിക്കും. 1/2ൻ്റെ കൺവേർജൻസ് 0 0യുടെ കൺവേർജൻസ് 0 പക്ഷേ 1ൻ്റെ കൺവേർജൻസ് 1 അപ്പോൾ ഓരോ എക്സിനെയും ഡിപ്പെൻഡ് ചെയ്ത് അപ്പം നമുക്ക് fnx കൺവേർജസ് ടു എ ഫംഗ്ഷൻ f ഓഫ് എക്സ്. ഈ fnxന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ f ഓഫ് എക്സും എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ എടുത്ത എക്സാമ്പിൾ fn ഓഫ് എക്സ് ഈക്വൽ ടു x⁻n നമ്മൾ എടുത്താൽ നമ്മൾ 0-1 എന്നുള്ള ഇൻ്റർവെൽ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പം അതിൻ്റെ ലിമിറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? 0യും വരും 1ഉം വരും. 0 വരുന്ന എപ്പോഴാണ്? 0 ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഓപ്പൺ 1ൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ ആ ലിമിറ്റിംഗ് വാല്യൂവിനെ നമ്മൾ സ്മോൾ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം 0ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂസിലെല്ലാം അതിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും. 1ൽ അതിൻ്റെ ലിമിറ്റ് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് fn ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് where f of x is equal to 0 when closed 0 open 1 when x equal to 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മളൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റുകളിൽ നമുക്കൊരു വേറൊരു ഫംഗ്ഷൻ സ്മോൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഫംഗ്ഷനെ നമ്മൾ അതിൻ്റെ ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എഫ് ഓഫ് എക്സിനെ നമ്മൾ ലിമിറ്റ് fn ഓഫ് എക്സ് എന്നാണ് കൊടുക്കുന്നത്. ലിമിറ്റ് fn ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. ഇതിനെ നമ്മൾ ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ. അപ്പം ഫംഗ്ഷൻ്റെ പല പോയിന്റിലെയും അനുസരിച്ച് ആ എഫ് ഓഫ് എക്സ് മാറിക്കൊണ്ടിരിക്കും. പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് എഫ് ഓഫ് എക്സ് മാറിക്കൊണ്ടിരിക്കും. എല്ലാ പോയിന്റിലും അത് കൺവേർജൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ക്ലോസ് ഇൻ്റർവൽ 0-1 ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ 0-5 എന്നുള്ള ഇൻ്റർവൽ ആണെങ്കിൽ നമുക്ക് fnx നമുക്ക് x⁻n ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-5 എന്ന് പറയാം. പക്ഷേ എഫ് ഓഫ് എക്സ് നമുക്ക് 0-1 ഡിഫൈൻ ചെയ്യാവുള്ളൂ. ഈക്വൽ ടു 0 ഫോർ 0 ഓപ്പൺ 1 ആൻഡ് 1 വെൻ എക്സ് ഈക്വൽ ടു 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ എഫ് ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് അല്ലേ. ഇവിടെ നമ്മൾ ലിമിറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ അവിടെ അതിൻ്റെ ലിമിറ്റ് ഡിഫൈൻഡ് പോലും അല്ല. അപ്പം നമ്മൾ പറയുന്നത് നമുക്ക് ഈ ഫംഗ്ഷൻ കൺവേർജൻ്റ് ആവുന്ന ഒരു പൊസിഷനിലോട്ട് നമ്മളിതിനെ ഇപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-5 നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 മാത്രമേ ആ ഫംഗ്ഷൻ ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് കൊണ്ടാണ് നമ്മൾ fnx ഈക്വൽ ടു x⁻n എന്നുള്ള ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-5 എടുത്താൽ നമുക്ക് അതിൻ്റെ ലിമിറ്റിംഗ് ഫംഗ്ഷൻ എടുക്കുമ്പം 1നേക്കാളും വലിയ വാല്യൂസ് ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാവുന്ന ഈ ഫംഗ്ഷനെ ഈ എയുടെ സബ്സെറ്റായിട്ട് നമ്മളൊരു a0 കൺസിഡർ ചെയ്യുക. a0 സബ്സെറ്റ് ഓഫ് എ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഈ a0 മൊത്തം ഫംഗ്ഷൻ കൺവേർജൻ്റ്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്മൾ 0-1 എന്നുള്ള നമ്മുടെ ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-5 ആയിട്ട് എടുത്താൽ നമ്മൾ a0 എന്നും പറഞ്ഞ ഈ ഫംഗ്ഷൻ കൺവേർജൻ്റ് ആകുന്ന പോയിന്റുകളുടെ കളക്ഷനെ നമ്മൾ a0 എന്ന് വിളിക്കുവാണെങ്കിൽ അപ്പം അവിടെ നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം. fn ഇസ് എ ഫംഗ്ഷൻ ഫ്രം a to r ആണ്. അവിടെ നമ്മൾ fn കൺവേർജൻ്റ് ആവുന്ന പോയിന്റുകളുടെ കളക്ഷൻ നമ്മൾ a0 എന്ന് വിളിക്കുവാണെങ്കിൽ നമ്മൾ f is a function from a0 to r and we say that sequence fn converges to f. അതിന് നമ്മൾ ഇങ്ങനെ സിമ്പിൾസ് കൊടുക്കാറുണ്ട്. സീക്വൻസ് fn കൺവേർജസ് ടു f ഓൺ a0 എന്നുള്ള സബ് ഇൻ്റർവെല്ലിൽ അത് കൺവേർജൻ ആകുന്ന കളക്ഷനെ നമ്മൾ a0 എന്ന് എടുക്കുന്ന ആ കളക്ഷൻ ആ പോയിന്റുകൾ ഇവിടെയാണെങ്കിൽ 0-1 എന്നുള്ള പോയിന്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ വി സേ ദാറ്റ് സീക്വൻസ് fn കൺവേർജസ് ടു സ്മോൾ f ഇഫ് ഫോർ ഈച്ച് എക്സ് എലമെൻറ്റ് ഓഫ് a0 ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ദ സീക്വൻസ് fnx കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് fnx കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 0 ആണെങ്കിൽ 0യും 1 ഇടയ്ക്കാണെങ്കിൽ fn ഓഫ് 0 കൺവേർജസ് ടു 0, fn ഓഫ് 1/3 കൺവേർജസ് ടു 0, fn ഓഫ് 1/4 കൺവേർജസ് ടു 0, fn ഓഫ് 1/5 കൺവേർജസ് ടു 0. ഇതെല്ലാം സീക്വൻസ് ആണ്.
എഫ് എൻ ഓഫ് 1 കൺവേർജസ് ടു 1 ആണ്. അപ്പോൾ ഇവിടെ ഓരോ എഫുകളും മാറിക്കൊണ്ടേയിരിക്കും. 0യ്ക്കും 1നും ഇടയ്ക്കുള്ള പോയിന്റുകളാണെങ്കിൽ ആ എഫിൻ്റെ വാല്യൂ 0 ആയിരിക്കും. 1ൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പം നമ്മൾ ആ സ്മോൾ എഫിനെ നമ്മൾ പറയുന്നത് ലിമിറ്റ് ഓഫ് എഫ് എൻ എന്നാണ് പറയുന്നത്. ലിമിറ്റ് ഓഫ് സീക്വൻസ് എഫ് എൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ വി സേ ദാറ്റ് സീക്വൻ, ഇങ്ങനെ ഒരു എഫ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ആ സബ് ഇൻ്റർവെല്ലിൽ മൊത്തം അങ്ങനെ ഒരു എഫ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ വി സേ ദാറ്റ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് ഓൺ എ നോട്ട് എന്ന് നമ്മൾ പറയും. കൺവേർജൻ അല്ലെങ്കിൽ കൺവേർജസ്, അത് ഒരു പോയിന്റ് വൈസ് കൺവേർജൻസാണ്. കാരണം പോയിന്റ് മാറുന്നതനുസരിച്ച് ആ കൺവേർജൻസിന് ഡിഫറൻസ് കാണും, ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റിന് വ്യത്യാസം കാണും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിനാണ് നമ്മൾ പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺവേർജൻസ് പോയിന്റ് വൈസ് എന്നുള്ളത് ഓർത്തോണം. അപ്പം ജസ്റ്റ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പറിൽ നിന്ന് ആറിലോട്ട് ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ എഫ് എൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഓരോ എന്നും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് സീക്വൻസ് എഫിനെ നമ്മൾ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് എഫ് എൻ ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുവാണെങ്കിൽ ഓരോ എക്സിനെയും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എഫ് എന്നുകളും കൺവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ പറയും എഫ് എൻ എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ഫോർ ഈച്ച് എക്സ് എലമെൻറ്റ് ഓഫ് എ. എല്ലാത്തിനും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സബ്സെറ്റ് പറയും. അപ്പോൾ നമ്മൾ പറയുന്നത് ആ സ്മോൾ എഫ് എന്ന് പറയുന്ന ലിമിറ്റ് ഓഫ് ദി സീക്വൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ലിമിറ്റ് നമുക്ക് യൂണീക്കായിട്ട് ഡിഫൈൻ ചെയ്യാനും പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എഫ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് സീക്വൻസ് എഫ് എൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എഫ് എൻ കൺവേർജസ് ടു എഫ് എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ എഫ് എൻ എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ഓൺ എ നോട്ട്. ഈ പല സിമ്പിൾസ് യൂസ് ചെയ്യാറുണ്ട്. എഫ് ആണ് അതിൻ്റെ ലിമിറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി എഫ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് എന്ന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എഫ് എൻ കൺവേർജസ് ടു എഫ് എന്ന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എഫ് എൻ എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. പല രീതിയിൽ നമുക്ക് നൊട്ടേഷൻസ് കൊടുക്കാം. അപ്പം ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംശയമുള്ളവർ ഒന്നും കൂടെ വീഡിയോ കാണുക എന്നുള്ളതേ ഉള്ളൂ. ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷനാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്ക്. സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ ഒരു എക്സാമ്പിളാണ് ഞാൻ എഫ് എൻ എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ. അതായത് നമ്മൾ ഫംഗ്ഷൻ എഫ് എൻ ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ എഫ് എൻ ഈക്വൽ ടു 1 ഒരു ഫംഗ്ഷൻ, എൻ ഈക്വൽ ടു 2ന് വേറൊരു ഫംഗ്ഷൻ, എൻ ഈക്വൽ ടു 3ക്ക് വേറൊരു ഫംഗ്ഷൻ, എൻ ഈക്വൽ ടു 4ന് വേറൊരു ഫംഗ്ഷൻ, അങ്ങനെ ഒരു സീക്വൻസ്. അപ്പോൾ നമ്മൾ സീക്വൻസ് എഫ് എൻ എന്ന് പറഞ്ഞാൽ അത് സീക്വൻസ് അത് F1 F2 F3 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. എന്നിട്ട് അവിടെ തന്നെ ഒരു പർട്ടിക്കുലർ എക്സ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പർ കിട്ടും. വേറൊരു എക്സ് എടുക്കുമ്പോൾ നമുക്ക് വേറൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പർ കിട്ടും. അത് കൺവേർജ് ചെയ്യുവാണ് എങ്കിൽ നമ്മളതിനെ ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റുകളുടെ കളക്ഷൻ എടുത്തിട്ട് എഫ് എൻ കൺവേർജസ് ടു സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്ന പോയിന്റ്, ആ ഫംഗ്ഷനെ നമ്മൾ സ്മോൾ എഫ് എന്ന് ഡിഫൈൻ ചെയ്ത് കുറച്ചും കൂടെ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ലെമ്മയിലോട്ട് പോകാം. ലെമ്മ പറയുന്നത് എ സീക്വൻസ് എഫ് എൻ ഓഫ് ഫംഗ്ഷൻസ് ഓൺ എ സബ്സെറ്റ് ഓഫ് ആർ converges to small f where a naught is a subset of a if and only. അപ്പോൾ എഫ് എൻ കൺവേർജസ് ടു സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു സ്മോളർ if and only if for every epsilon greater than 0 there exists a natural number k. നമ്മൾ നേരത്തെ സീക്വൻസിൻ്റെ കൺവേർജൻസ് ഒക്കെ പറയുമ്പോൾ എസ് എൻ കൺവേർജസ് ടു എൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് there exists a natural number k epsilon depending on epsilon such that modulus of Sn minus L is less than epsilon for all n greater than or equal to k epsilon എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു സ്മോളർ if and only for every epsilon greater than 0 there exists a k. ഇവിടെ k എന്ന് പറയുന്നത് എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്യും, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ആയതുകൊണ്ട് എക്സ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ലായിരുന്നു. മറ്റവിടത്ത് നമ്മൾ പഠിച്ചപ്പോൾ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ആകുമ്പോൾ അവിടെ ആ സീക്വൻസിൻ്റെ കേസിൽ അല്ലെങ്കിൽ സീക്വൻസ് എക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയൊക്കെ ആ എക്സിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. സീക്വൻസ് ഓരോ നമ്മൾ സീക്വൻസ് എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്പറുകൾ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്പറിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ പക്ഷേ എഫ് എൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ആ എക്സ് ഇപ്പോൾ നമ്മൾ മുമ്പേ നമ്മളിപ്പോൾ എടുത്ത എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ നമ്മൾ എക്സ് റൈസ് ടു എൻ എന്നുള്ള എടുക്കുവാണെങ്കിൽ അവിടെ എഫ് എൻ ഓഫ് 1/2 എടുക്കുമ്പോൾ ഒരു രീതിയിൽ, എഫ് എൻ ഓഫ് 0 എടുക്കുമ്പോൾ ഒരു രീതിയിൽ, എഫ് എൻ ഓഫ് 1 എടുക്കുമ്പോൾ വേറൊരു രീതിയിൽ, അങ്ങനെ ഓരോ എക്സുകളെയും ഡിപ്പെൻഡ് ചെയ്ത് ഈ എഫ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയാം എഫ് എൻ ഈസ് സെഡ് ടു കൺവേർജ് ടു സ്മോൾ എഫ് if for every epsilon greater than 0 there exists a natural number k. ആ k എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്
ഡിപ്പെൻഡിങ് ഓൺ എപ്സിലോൺ ആൻഡ് എക്സ്. എപ്സിലോൺ മാറുന്നതനുസരിച്ച് മാറും, എക്സ് മാറുന്നതനുസരിച്ചും മാറും. സച്ച് ദാറ്റ് ഇഫ് n greater than or equal to k epsilon of x, then modulus of fnx minus f of x is less than epsilon എന്ന് പറയാൻ പറ്റും. Modulus of fnx minus f of x is less than epsilon for all n greater than or equal to k epsilon x ആണെങ്കിൽ we say fn converges to f. ഇനി fn converges to f ആണെങ്കിൽ നമുക്ക് പറയാം ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു k കണ്ടുപിടിക്കാൻ പറ്റും, നാച്ചുറൽ നമ്പർ k. ആ നാച്ചുറൽ നമ്പർ k എന്ന് പറയുന്നത് എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. സച്ച് ദാറ്റ് whenever n greater than or equal to k, fnx minus f of x is less than epsilon. നമ്മുടെ സാധാരണ സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എക്സ് മാറുന്നതനുസരിച്ച് സീക്വൻസും അതിൻ്റെ എഫ് മാറിക്കൊണ്ടിരിക്കും. മറ്റിടത്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ സീക്വൻസിന് ഒരു എഫ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എക്സിനാണെങ്കിൽ അത് ഇപ്പോൾ സീക്വൻസ് 1/n ആണെങ്കിൽ നമുക്കറിയാം അത് കൺവേർജസ് ടു 0 അതിന് പ്രത്യേകിച്ച് വേറെ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ആ സീക്വൻസ് ആ എപ്സിലോൺ മാറുന്നതനുസരിച്ച് മാത്രമേ ഉള്ളൂ ആ 1/n-ഉം 0-യും തമ്മിലുള്ള ഡിഫറൻസ് മാറുന്നുള്ളൂ. ഇവിടുത്തെ കേസിൽ ഫംഗ്ഷൻ fnx എന്ന് പറയുന്നത് എക്സ് മാറുന്നതനുസരിച്ചും എപ്സിലോൺ മാറുന്നതനുസരിച്ചും കെ മാറിക്കൊണ്ടിരിക്കും. അപ്പം പറയുന്ന ഇത്രയേ ഉള്ളൂ, സീക്വൻസ് fn കൺവേർജസ് ടു സ്മോൾ എഫ് ഈഫ് ആൻഡ് ഓൺലി ഇഫ് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റണം, കെ എപ്സിലോൺ എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. കെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. സച്ച് ദാറ്റ് n greater than k വരുമ്പോഴല്ല കെ എന്ന് പറയുന്നത് എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. സച്ച് ദാറ്റ് fnxും f of xും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം. അതാ പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റേജ്. ഇപ്പം നമ്മൾ k എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. അത് നമ്മൾ 100 എടുത്താൽ അതിൻ്റെ മീനിങ് എന്താ, n greater than or equal to 100 വരുമ്പോഴെല്ലാം മോഡുലസ് ഓഫ് fnx മൈനസ് f of x എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും ഒരു പർട്ടിക്കുലർ സ്റ്റേജ്. ഇപ്പം അത് 10 എന്ന് എടുത്താൽ 10-ന് ശേഷമുള്ള fnxകളും f of xും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ. n 5 ആണ് എടുക്കുന്നതെങ്കിൽ 5-ന് ശേഷമുള്ള എല്ലാത്തിനും ഫോർ ഓൾ എന്നാണ് പറയുന്നത്. അപ്പം n നമ്മൾ k എന്ന് പറയുന്നത് 100 എടുത്താൽ n greater than or equal to 100 വരുമ്പോഴെല്ലാം fnx മൈനസ് f of xൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയും. അപ്പം നമുക്ക് ഒരു പോയിന്റ് വൈസ് കൺവേർജൻസ് നോക്കാനുള്ള ഒരു ലെമ്മയാണ് ഇപ്പോൾ പറഞ്ഞത്. fn കൺവേർജസ് ടു സ്മോൾ എഫ് ഈഫ് ആൻഡ് ഓൺലി ഇഫ്. fn കൺവേർജസ് ടു സ്മോൾ എഫ് ഈഫ് ആൻഡ് ഓൺലി ഇഫ് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. ആ എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്തും എക്സിനെ ഡിപ്പെൻഡ് ചെയ്തുമാണ് നമ്മൾ ക്യാപിറ്റൽ കെ ഫിക്സ് ചെയ്യുന്നത്. ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡിങ് ഓൺ എപ്സിലോൺ ആൻഡ് എക്സ്. സച്ച് ദാറ്റ് whenever n greater than or equal k epsilon of x, modulus of fnx minus f of x is less than epsilon എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള 1-2 എക്സാമ്പിൾസ് ആണ്. ആദ്യത്തേത് തന്നേക്കുന്നത് fnx is equal to x/n. fnx is equal to x/n for n element of n and x element of r. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ f1 of x എന്ന് പറയുന്നത് എക്സ് വരും. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. f2 of x എന്ന് പറയുന്നത് x/2, f3 of x എന്ന് പറയുന്നത് x/3. ഇങ്ങനെയാണ് ആ സീക്വൻസ് പോകുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് fn of x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ലിമിറ്റ് fn of x നമ്മൾ വളരെ സിമ്പിളി പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ലിമിറ്റ് fn of x എന്ന് പറയുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി x/n. എക്സ് അവിടെ നമുക്ക് മാറ്റിയാൽ, കാരണം ലിമിറ്റ് എന്നിനല്ലേ നമ്മൾ കൊടുക്കുന്നത്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടെ പറയുന്നില്ല എങ്കിലും അതിൻ്റെ മീനിങ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി x/n ആകുമ്പോൾ x ഇൻറ്റു ലിമിറ്റ് 1/n എന്ന് വരും. ലിമിറ്റ് 1/n എന്ന് പറയുന്നത് 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, f of x എന്ന് പറയുന്നത് ലിമിറ്റ് fn of x, എക്സ് എന്ത് വാല്യൂ തന്നെ എടുത്താലും അത് ലിമിറ്റ് fn of x എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് f of x ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് r എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ fnx ഇസ് ഈക്വൽ ടു x/n എന്ന് ഡിഫൈൻ ചെയ്താൽ fnx ഇസ് ഈക്വൽ ടു x/n എല്ലാ റിയൽ നമ്പറിനും അത് ഡിഫൈൻഡ് ആണ്. കാരണം എക്സ് ഏത് റിയൽ നമ്പർ എടുത്താലും ഡിനോമിനേറ്ററിൽ n ആയതുകൊണ്ട് n നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് fnx എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. fnx എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. f of x എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് fnx ആണ്. അത് നമുക്ക് കിട്ടുന്നത് എന്താണ്, 0. അപ്പോൾ ഓരോ എക്സ് ഏത് റിയൽ നമ്പർ എടുത്താലും ഇവിടുത്തെ f of x എന്ന് പറയുന്നത് 0 ഇവിടെ ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ 0. പിന്നെ അവിടെ ഫിഗർ വരച്ചിട്ടുള്ളതെന്നുള്ളതേ ഉള്ളൂ. അത് ജസ്റ്റ് നമുക്ക് f1ഉം f2കളും എന്താണ്, f1 of x എന്ന് പറയുന്നത് നമ്മുടെ x എന്നുള്ള ഫംഗ്ഷനാണ്. നമുക്കറിയാം എക്സ് വേരി ചെയ്യുന്നതനുസരിച്ച് y ഈക്വൽ ടു നമ്മൾ y ഇസ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് ഇത്. അതിന് നമ്മൾ f1 എന്ന് വിളിച്ചു. ഇനി f2 എന്ന് പറയുന്നത് എന്താണ്, x/2 ആണ്.
F2 എന്ന് പറയുന്നത് x/2 ആകുമ്പോൾ നമുക്കറിയാം നമുക്ക് 1 എടുത്താൽ x ഈക്വൽ ടു 1 എടുത്താൽ വൈയുടെ വാല്യൂ 1/2, 2 എടുത്താൽ 1. അപ്പോൾ ഇത് ഇങ്ങനെ നേർ പകുതിയായിട്ട് പോകുമല്ലോ, അതുകൊണ്ടാണ് ഫിഗർ അങ്ങനെ ഇട്ടേക്കുന്നത് F1 F2. ഇനി F3 എടുത്താലോ, F3 വരുമ്പം x/3. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/3, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2/3, പിന്നെയും കുറയും. ഇത് F3. അടുത്ത F4. ഇതിങ്ങനെയായിരിക്കും ആ ഫിഗർ വരുന്നത്. F1 ആയിരിക്കും ഏറ്റവും മുകളിൽ വരുന്നത്, അതായത് നമ്മുടെ y ഈക്വൽ ടു x എന്നുള്ളതായി. അപ്പോൾ F1 ഇങ്ങനെ പോകും. F1 നമുക്ക് ഇങ്ങനെ എല്ലാ റിയൽ നമ്പറിനും ഉണ്ട്, അതിപ്പോൾ ഇങ്ങോട്ട് നീട്ടാം. F2 വരുമ്പോഴത്തേക്കും ഇത് ഇത്ര വരുള്ളൂ. F3യുടെ ആകുമ്പോൾ ഇച്ചിരിയും കൂടെ താന്നു, F4 ആകുമ്പോൾ താന്നു, അങ്ങനെ താന്ന് പോകും. എന്നിട്ട് n ഇൻഫിനിറ്റിയോട് പോകുമ്പോൾ അതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും അല്ലേ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0. f(x) ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ y ഈക്വൽ ടു 0 എന്നുള്ളത് പറയുമ്പോൾ എന്തായിട്ട് മാറും? അത് അതായത് ആദ്യം വന്നപ്പോൾ F1, പിന്നെ വന്നപ്പം F2, പിന്നെ F3, F4, F5 അങ്ങനെ വന്ന് അത് റിയൽ എക്സ് ആക്സിലോട്ട് മാറും. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താ? y ഈക്വൽ ടു 0. അതാണ് അവിടെ ഫിഗർ തന്നേക്കുന്നത്. സെക്കൻഡ് വൺ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതാണ്. Fnx ഇസ് ഈക്വൽ ടു x⁻n ഫോർ x എലമെൻറ്റ് ഓഫ് R. നമുക്കറിയാം Fnx നമ്മൾ നേരത്തെ സീക്വൻസ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. സീക്വൻസ് R⁻n converges to 0 if 0 less than or equal to R less than 1 and R⁻n converges to 1 R equal to 1. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പിന്നെ നമുക്കറിയാം R⁻n converges if -1 less than x less than 0 അല്ലേ. -1 ലെസ് ദാൻ 0യ്ക്കും -1നും ഇടയ്ക്കാണെങ്കിലും നമുക്ക് ഇത് കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ എടുക്കുവാണെങ്കിൽ ലിമിറ്റ് ഓഫ് x⁻n നമ്മൾ ഈസ് ഈക്വൽ ടു 0 ഇഫ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ (1) എന്ന് +1 എന്ന് പറയാമല്ലോ. x⁻n നമ്മൾ Fnxൻ്റെ വാല്യൂ x⁻n എടുത്താൽ ലിമിറ്റ് x⁻n വിൽ ബി ഈക്വൽ ടു 0 ഇഫ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയാം. -1നും +1നും ഇടയ്ക്കാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് 0 1 ഇഫ് x ഈക്വൽ ടു 1 എന്ന് പറയാം. ഇനി നമുക്കറിയാം x ഈക്വൽ ടു -1 ആണെങ്കിൽ Fn ഓഫ് -1 എന്ന് പറയുന്നത് സീക്വൻസ് എങ്ങനെ ഇരിക്കും? n ഈക്വൽ ടു 1 കൊടുക്കും, -1 പിന്നെ +1 -1 +1 -1 +1. ഇതൊരു ഡൈവേർജൻ്റ് ആയിട്ടുള്ളൊരു സീക്വൻസാണ്. അതുപോലെ തന്നെ നമ്മൾ -1നേക്കാളും ചെറിയ ഏത് വാല്യൂസ് എടുത്താലും അത് അൺബൗണ്ടഡ് നമുക്കത് ഡൈവേർജൻ്റ് ആയിട്ട് കിട്ടും. അപ്പം ഇനി നമ്മൾ Fn ഓഫ് 1 എടുത്താൽ 1 1 1 1 ഫോമിൽ ആയതുകൊണ്ട് അത് കൺവേർജസ് ടു 1 എന്ന് പറയാം. അപ്പം നമുക്ക് Fnx ഈക്വൽ ടു x⁻n കൺവേർജസ് if and only if -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാമല്ലോ. കാരണം 1നേക്കാളും വലുതാണെങ്കിൽ അത് അൺബൗണ്ടഡ് ആയിട്ട് മാറുന്നതുകൊണ്ട് അത് കൺവേർജൻ്റ് അല്ല. -1നേക്കാളും ചെറുതാണെങ്കിൽ -1ൽ ഡൈവേർജൻ്റ് ആണ്, ഓസിലേറ്റിംഗ് ആയതുകൊണ്ട് ഡൈവേർജൻ്റ് ആണ്. അതുപോലെ തന്നെ -1നേക്കാളും ചെറിയ വാല്യൂസ് വരുമ്പോഴും അത് ഓസിലേറ്റിംഗ് ആയതുകൊണ്ട് ഡൈവേർജൻ്റ് ആയിട്ട് പോകും. പക്ഷേ 0യ്ക്കും 1നോ അല്ലെങ്കിൽ -1നും 0യ്ക്കും ഇടയ്ക്കാണെങ്കിൽ അതങ്ങ് ഇൻഫിനിറ്റിലോട്ട് പോകുന്നു. എന്നിൻ്റെ വാല്യൂ കൂടും തോറും ആ ഫങ്ഷൻസിൽ അത് -1നും 0യ്ക്കും ഇടയ്ക്ക് -1നും 0യ്ക്കും ഇടയ്ക്കാണ് എക്സ് എങ്കിൽ ആ n വലുതാകും തോറും ഈ 0.9 ഇപ്പം -0.9 ആണെന്ന് വയ്ക്കാം, അതിൻ്റെയൊക്കെ വാല്യൂസ് 0യിലോട്ട് പോകും. അതുപോലെ തന്നെ 0.9 ഒക്കെ ആണെങ്കിൽ അതിൻ്റെയും വാല്യൂസ് n വലുതാകും തോറും 0യിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇത് കൺവേർജ് ചെയ്യുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് -1 തൊട്ട് 1 വരെയാണ്. -1 കൺവേർജൻ്റ് അല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ a0 അതായത് നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് Fnx ഡിഫൈൻ ചെയ്താലും അത് കൺവേർജ് ചെയ്യുന്ന പൊസിഷൻ നമ്മൾ പറയുവാണെങ്കിൽ ഓപ്പൺ -1 ക്ലോസ്ഡ് 1 എന്നുള്ള ഇൻ്റർവെല്ലാണ് അത് കൺവേർജ് ചെയ്യുന്നത്. mod x ഗ്രേറ്റർ ദാൻ 1 വരുവാണെങ്കിൽ അത് നോട്ട് കൺവേർജൻ്റ് ആയിരിക്കും. mod x ഗ്രേറ്റർ ദാൻ 1 വന്നാൽ സീക്വൻസ് അൺബൗണ്ടഡ് ആയിട്ട് പോകുന്നത് കൊണ്ട് അത് കൺവേർജൻ്റ് ആകത്തില്ല. അപ്പം f(x) നമുക്ക് എപ്പോഴേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ? ഈക്വൽ ടു 0 ഇഫ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 വെൻ x ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ Fn ഓഫ് എക്സ് ൻ്റെ ഫിഗർ എന്ന് വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം Fnx എന്ന് പറയുന്നത് നമ്മൾ x⁻n എന്നെടുത്തത്. അപ്പം F1 ഓഫ് എക്സ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പോൾ അതെന്താ? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. F1 എന്ന് പറയുന്നത് ഇതായിരിക്കും F1. ഇനി F2 ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x² അല്ലേ. F2 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ x².
F3 ഓഫ് എക്സ് എന്ന് പറയുമ്പം എക്സ് ക്യൂബ്, F4 ഓഫ് എക്സ് എന്ന് പറയുമ്പം x⁴. അപ്പോൾ നമുക്ക് F2 ആണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം അതൊരു പരാബോളയുടെ ഷേപ്പിലായിരിക്കും. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 1 അത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യും. കാരണം 1 എല്ലാവർക്കും ഇതാണ്. അപ്പോൾ ഇത് 1 എന്നുള്ള പോയിൻ്റാണ്. ഒന്നും കൂടെ വരച്ച് കാണിക്കാം. ഇത് F1 എന്നുള്ള ഫംഗ്ഷൻ. നമുക്കിപ്പോൾ സക്കാലം ഇത് 1, ഈ പോയിൻ്റ് 1 ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം പരാബോളയാണ് F2 എന്ന് പറയുമ്പം അതും 1, ഇത് F2 ആയിട്ട് വരും. ഇനി F3 ആകുമ്പം കുറച്ചും കൂടെ താന്ന് വരികയല്ലേ. F3യുടെ കേസ് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ തന്നു, അതെല്ലാം കൂടെ വരയ്ക്കുന്നില്ല. അപ്പോൾ ഇത് F1, ഇത് F1 ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. F2 ആയപ്പം പരാബോളയുടെ ഷേപ്പ്. F3 എന്ന് പറയുമ്പോൾ x⁻³ വരും. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ, തേർഡ് പ്രോബ്ലം, fnx is equal to x² plus nx divided by n ആണ് for x element of r. നമ്മൾ ലിമിറ്റ് fnx എടുത്താൽ this is equal to limit of x² by n plus limit of nx by n എന്ന് എടുക്കാമല്ലോ. ലിമിറ്റ് n tends to infinity ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ എന്നും വെട്ടിക്കഴിയുമ്പോൾ ലിമിറ്റ് എക്സ് ആണ്. n ഇൻഫിനിറ്റിയോട് പോകുമ്പോൾ എക്സിന് വ്യത്യാസമൊന്നുമില്ല, ഇത് എക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ലിമിറ്റ് fnx ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഫോർ ഓൾ എക്സ്, ഇവിടെ എല്ലാ എക്സുകൾക്കും ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഇവിടെയും എല്ലാ എക്സുകൾക്കും നമുക്ക് ലിമിറ്റ് എടുക്കുമ്പോൾ എല്ലാത്തിനും ഇതിൻ്റെ വാല്യൂ എക്സ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, fnx കൺവേർജസ് ടു f of x where f of x is equal to x for all x element of r. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എല്ലാ പോയിന്റിലും ഇത് കൺവേർജ് ആവും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ -1ഉം 1നും ഇടയ്ക്കാണെങ്കിൽ മാത്രമേ കൺവേർജൻ്റ് ആകുന്നുള്ളൂ. ഇവിടെ എല്ലാത്തിനും കൺവേർജൻ്റ് ആയിട്ട് നമുക്ക് കിട്ടി. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. fnx is equal to 1/n sin nx plus n. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ലെമ്മയാണ് യൂസ് ചെയ്ത് അത് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ലെമ്മയാണ് യൂസ് ചെയ്യുന്നത്. fnx നമ്മൾ ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ ഡിഫൈൻ ചെയ്തേക്കുക. എന്നിട്ട് നമ്മൾ f of x ഈസ് ഈക്വൽ ടു, കാരണം 1/n വരുമ്പോൾ 0 വരാനാണ് സാധ്യത. നമ്മൾ f of x ഈക്വൽ ടു 0 എന്ന് എടുത്താൽ നമുക്ക് മോഡുലസ് ഓഫ് fnx മൈനസ് f of x നമ്മൾ കൺസിഡർ ചെയ്താൽ അത് മോഡുലസ് ഓഫ് 1/n sin nx പ്ലസ് n മൈനസ് 0 എന്ന് വരും. ഇതെന്ന് പറയുന്നത് എന്താ, മോഡുലസ് ഓഫ് 1/n sin nx പ്ലസ് n എന്നല്ലേ വരുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് a ഇൻറ്റു ബി എന്ന് പറയുന്നത് മോഡ് a ഇൻറ്റു മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് sin nx പ്ലസ് n എന്ന് എഴുതാം. ഇനി സൈൻ്റെ മോഡുലസ് വാല്യൂ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n എപ്പോഴും പോസിറ്റീവാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഇൻറ്റു 1. അപ്പോൾ നമ്മൾ എടുത്ത് സൈൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇങ്ങനെ എടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മോഡുലസ് ഓഫ് fnx മൈനസ് f of x ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് r. അപ്പോൾ നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 1/n എടുത്താൽ നമുക്ക് f of x ഈക്വൽ ടു 0 എടുക്കുമ്പം മോഡുലസ് ഓഫ് fnxും f of xും നമ്മളുടെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ഫോമിൽ കിട്ടി. അപ്പോൾ നമ്മൾ ലെമ്മ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾ f of x ഈക്വൽ ടു 0 എന്ന് എടുത്തത് ഇതിൻ്റെ ലിമിറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ലിമിറ്റ് ഓഫ് fnx ഇസ് ഈക്വൽ ടു f of x ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ 1/n നമ്മൾ ആർബിട്രറി ആയിട്ട് നമ്മൾ ഇപ്പോൾ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ f of x നമ്മൾ 0 എന്ന് എടുക്കുമ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് n നമ്മൾ സഫീഷ്യൻ്റ്ലി ലാർജ് എടുത്താൽ ഏത് എപ്സിലോൺ എടുത്താലും നമുക്ക് ആ എപ്സിലോൺ, ഇപ്പോൾ നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 0.1 എടുത്താൽ n ഈക്വൽ ടു 10 എടുത്താൽ മതി. നമ്മൾ അങ്ങനെ എപ്സിലോൺ ഈക്വൽ ടു 0.01 ആണെങ്കിൽ നമ്മൾ n ഈക്വൽ ടു 1/100 എടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, മോഡുലസ് ഓഫ് fnxും 0യും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ഫോമിൽ കിട്ടിയത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് fnx കൺവേർജസ് ടു f of x where f of x ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും.